അപ്പോ ഹുത്തുബ മലയാളത്തിലാണോ അറബിയിലാണോ ചൊല്ലേണ്ടത്? ഉത്തരം സിമ്പിൾ ആണ്. എന്താണ് ഹുത്തുബന്റെ പർപ്പസ്? ഹുത്തുബന്റെ വൺ ഓഫ് ദ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇസ്ലാമിനെ പറ്റി ഗൈഡൻസ് ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി ഒരു അഡ്വൈസ് ആൾക്കാർക്ക് കൊടുക്കുക. ഇതാണ് ഹുത്തുബന്റെ വൺ ഓഫ് ദ പർപ്പസ്. ഖുർആനിൽ പടച്ചവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓരോ ജനതക്കും അവർക്ക് അറിയുന്ന ഭാഷയിലാണ് നബിമാരെ ഇറക്കിയിട്ടുള്ളത് എന്ന്. അതിന് കാരണം ഖുർആനിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നബിമാർ കൊടുക്കുന്ന പ്രബോധനം അല്ലെങ്കിൽ മെസ്സേജ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഹുത്തുബയിലെ മെസ്സേജ് ക്ലിയർ ആവണമെങ്കിൽ അത് നമുക്ക് അറിയുന്ന ഭാഷയാവണം. ആ പള്ളിയിൽ അല്ലെങ്കിൽ ആ നാട്ടിലെ മെജോറിറ്റി ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിലാവണം ഹുത്തുബ. ഇപ്പോൾ നബി തന്നെ പറയുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ ജുമക്ക് പോയാൽ പള്ളിയിൽ നമ്മൾ മിണ്ടാതിരിക്കും വേണം, ഒപ്പം തന്നെ ഇമാം പറയുന്നത് വ്യക്തമായിട്ട് കേട്ടിരിക്കും വേണം. നിങ്ങൾ നോക്കിയിട്ടില്ല, ടീച്ചർമാരെ നമ്മളോട് ക്ലാസ്സിൽ പറയില്ലേ മിണ്ടാതിരിക്കാനും കേട്ടിരിക്കാനും? അതെന്തിനാണ്? നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹുത്തുബക്ക് പോകുമ്പോൾ മിണ്ടാതിരിക്കാനും കേട്ടിരിക്കാനും നബി പറയാൻ കാരണം നമുക്കത് മനസ്സിലാവാനാ. അപ്പൊ ഹുത്തുബ 100% നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാവണം, എന്നാലേ അത് തലേ കയറും. ഇപ്പോ ജുമാക്ക് ഞാൻ പള്ളിയിൽ പോയിട്ട് ഒരു 30 മിനിറ്റ് പള്ളിത്തെ ഫാൻ നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇമാം എന്താ ഇസ്ലാമിനെ പറ്റി പറയണമെന്ന് എനിക്ക് മനസ്സിലാവണം. അത് ഇമാമിന് മാത്രം മനസ്സിലായാൽ പോരാ, എനിക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആവണം എന്ത് മെസ്സേജ് എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി എന്തൊക്കെയാണ് പറയണത് എനിക്ക് ക്ലിയർ ആവണം. അപ്പൊ പലരും ചോദിക്കും, എന്തുകൊണ്ട് ബാങ്ക് അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ നിസ്കാരമൊക്കെ അറബിയിൽ വന്നു, എന്താ അത് ചേഞ്ച് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതും ഗൈഡൻസ് അല്ലേ എന്ന്? ഉത്തരം സിമ്പിൾ ആണ്. ഈ ബാങ്ക്, ഖുർആൻ, നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഫിക്സഡ് ആണ്. അതിന്റെ ഓത്തും കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൺ ഓഫ് ദ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമാമ് നമുക്ക് ഇസ്ലാമിനെ പറ്റി ഗൈഡൻസ് തരിക. അത് ഓരോ ആഴ്ച മാറിക്കൊണ്ട് തന്നെ ആയിരിക്കും. അതിന്റെ മീനിങ്ങും അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇസ്ലാമിലോട്ട് അടുപ്പിക്കാൻ നോക്കുന്നതാ. അതൊരിക്കലും ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല. അത് പല കാര്യങ്ങളും പല ടോപ്പിക്കുകളാണ് ഓരോ ആഴ്ച പറയാ. ഹുതുബന്റെ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഖുർആനത്തെ ആയത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ, അല്ലെങ്കിൽ ആ പള്ളി അല്ലെങ്കിൽ ആ സ്ഥലത്ത് മെജോറിറ്റി ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിലായിരിക്കണം ഹുതുബ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഇന്ന് പുതിയ കാര്യം ലേൺ ചെയ്തു എന്ന് തോന്നണം, അല്ലെങ്കിൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിച്ചല്ലോ എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് നമുക്ക് വേണം.